എൻഡോസൾഫാൻ പ്രയോഗത്തെ തുടർന്ന് വിഷവും വിവാദങ്ങളും വളർന്ന മണ്ണിൽ ജൈവ കീടനാശിനി മാത്രം ഉപയോഗിച്ചുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. എൻഡോസൾഫാൻ പ്രയോഗത്തെ തുടർന്ന് വിഷവും വിവാദങ്ങളും വളർന്ന മണ്ണിൽ ജൈവ കീടനാശിനി മാത്രം ഉപയോഗിച്ചുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പൂർണ്ണമായും ജൈവ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായി കോർപ്പറേഷൻ നേരിട്ട് നട്ട കാബേജ്, കോളിഫ്ലവറുകൾ കാസർഗോഡ് മൂളിയാർ എസ്റ്റേറ്റിൽ വിളവെടുപ്പിന് തയ്യാറായി. കഴിഞ്ഞ നവംബർ മാസത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മൂളിയാർ എസ്റ്റേറ്റിലെ 1.5 ഏക്കറിലാണ് ജൈവ കൃഷിക്ക് തുടക്കം കുറിച്ചത്. ശീതകാല പച്ചക്കറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടത്തിൽ നട്ട 1000 കേബേജ്, 250 കോളിഫ്ലവർ എന്നിവയാണ് വിളവെടുപ്പിന് ഒരുങ്ങിയത്. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് കൃഷിക്കായി തൈകൾ എത്തിച്ചത്. കോഴിവളവും ചാണകവും പച്ചില കമ്പോസ്റ്റുമാണ് വളമായി ഉപയോഗിച്ചത്. വേപ്പെണ്ണയായിരുന്നു കീടനാശിനി. മുൻപ് വിതരണത്തിനായി കശുമാവിൻ തൈകൾ നട്ടിരുന്ന സ്ഥലത്താണ് കേബേജ്, കോളിഫ്ലവർ കൃഷി നടത്തിയത്. സംരംഭം വിജയകരമായതിനാൽ കോർപ്പറേഷന്റെ വിവിധ എസ്റ്റേറ്റുകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത്. മുളിയാർ എസ്റ്റേറ്റിലെ കേബേജ്, കോളിഫ്ലവർ വിളവെടുപ്പ് ഫെബ്രുവരി 10 കോർപ്പറേഷൻ ചെയർമാൻ വർഗീസ് ജോർജ് നിർവഹിക്കും.